Good morning all. നമ്മൾ ഇന്ന് അക്കൗണ്ടിംഗ് റേഷ്യോസിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ്, സിഗ്നിഫിക്കൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്, യൂസേഴ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ആൻഡ് പ്രീ റിക്വസിറ്റ്സ് എന്താണെന്നത് നോക്കി. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് നോക്കി അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: ലിക്വിഡിറ്റി റേഷ്യോസ്, ലെവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ ബേസിക്കലി നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ കീഴിൽ വീണ്ടും റേഷ്യോസ് വരും. അപ്പോൾ ആദ്യത്തെ 4 റേഷ്യോസ്, അതായത് ബേസിക് റേഷ്യോസ് എന്ന് പറയുന്ന 4 ഹെഡാണ്: ലിക്വിഡിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, ലെവറേജ് റേഷ്യോ ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. നമ്മളപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് റേഷ്യോസിനെയാണ് ഓരോ ദിവസവും നോക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ലിക്വിഡിറ്റി റേഷ്യോ. അതിൻ്റെ കീഴിൽ പല ടൈപ്പ് ഓഫ് റേഷ്യോസ് വരും. അപ്പോൾ മേജർ ഹെഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിന് പറയുന്ന വേറൊരു പേരാണ് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയിലെ അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോയിലെ ആ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറയുന്ന ടേം എന്താണ് മീൻ ചെയ്യുന്നത്? ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ ബിസിനസ് ടു പേ ഓഫ് ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ്. എന്താണ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ്? അതായത് ദേ ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് ഓഫ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിനുള്ളിൽ പേ ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റീസിനെയാണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് കമ്പനിക്ക് ആവശ്യത്തിന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കറണ്ട് റേഷ്യോ, രണ്ടാമത്തെ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യാഷ് റേഷ്യോ ഓർ അബ്സൊല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, ബേസിക് ഡിഫൻസ് ഇൻ്റർവൽ ഓർ ഇൻ്റർവൽ മെഷർ റേഷ്യോ, പിന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോനെ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോ ആണ് നോക്കുന്നത്. കറണ്ട് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ. ഇനി നമ്മൾ കറണ്ട് റേഷ്യോയിലേക്ക് പോകുമ്പോൾ എന്താണ് കറണ്ട് റേഷ്യോ? ഷോർട്ട് ടൈം ലിക്വിഡിറ്റിനെ മെഷർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു ടൂളാണ് കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ പറയും, അതായത് ആവശ്യത്തിന് കറണ്ട് അസറ്റ് ഒരു ബിസിനസ്സിനുണ്ടോ, എന്തിനാണ് ആവശ്യത്തിന് കറണ്ട് അസറ്റ്, അതായത് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റിനെ മീറ്റ് ചെയ്യാനുള്ള പാകത്തിന് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് ബിസിനസ്സിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 items or 2 figures എക്സ്പ്രസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് അല്ലേ. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് റേഷ്യോ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ ആവശ്യത്തിന് കറണ്ട് അസറ്റ് ബിസിനസ്സിലുണ്ടോ എന്നറിയണം. അതിനാണ് കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രീസ് വരാം, സൺഡ്രി ഡെറ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്, receivables or accruals, loans and advances, disposable investment or any other current asset. ഇതിൻ്റെ എല്ലാം കൂടി സം ടോട്ടലാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സപ്ലൈസിന് കൊടുക്കാനുള്ള എമൗണ്ട്, ഷോർട്ട് ടേം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, അൺക്ലെയിം ഡിവിഡൻഡ് ഓർ എനി അതർ കറണ്ട് ലയബിലിറ്റീസ്. അതായത് വിത്തിൻ 1 year പേ ചെയ്യേണ്ട എല്ലാ ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കറണ്ട് റേഷ്യോ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഒരു ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ്. അതായത് ഐഡിയൽ ആയിട്ട് കരുതുന്ന റേഷ്യോ 2:1 ആണ്. അതായത് 1 രൂപ കറണ്ട് ലയബിലിറ്റിക്ക് പേ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 രൂപ ബിസിനസ്സിലുണ്ട്. അതായത് ഇപ്പോൾ ഇന്ന് ഒരു ക്രെഡിറ്റർ വന്ന് പറയുകയാണ് എൻ്റെ ലയബിലിറ്റി ആയിട്ടുള്ള ആ 1 രൂപ എനിക്കിന്ന് തിരിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ എത്രയുണ്ട്? 2 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 രൂപയുടെ കറണ്ട് അസറ്റ് ആ ക്രെഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി ബിസിനസ്സിൽ 1 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള കറണ്ട് അസറ്റ് ബിസിനസ്സിലുണ്ട്. അതാണ് കറണ്ട് റേഷ്യോ ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ്. ഐഡിയൽ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും ഐഡിയൽ റേഷ്യോ 2:1 ആകണമെന്നില്ല. ഇറ്റ് മേ ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ബിസിനസ്. ചിലപ്പോൾ ചില ബിസിനസ്സുകൾ സീസണൽ ബിസിനസ്സുകൾ ഉണ്ടാവാം അല്ലേ, ഫാസ്റ്റ് മൂവിങ് ബിസിനസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ജനറലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ്.
അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ 2 രൂപയുടെ കറണ്ട് അസറ്റ് ബിസിനസ്സിലുണ്ട് എന്നാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം, അപ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി വരും. അപ്പോൾ ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇൻവെൻട്രീസ് 50,000, ട്രേഡ് റിസീവബിൾസ് 50,000, അഡ്വാൻസ് ടാക്സ് 4,000, cash and cash equivalents 30,000, trade payables 1 lakh, short term borrowings അല്ലെങ്കിൽ ബാങ്ക് ഓർഡർ 4,000. അപ്പോൾ ഇത്ര ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിൽ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് എന്തൊക്കെ വേണം? കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ് വേണം, കൂടാതെ കറണ്ട് ലയബിലിറ്റീസും വേണം അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് ഇവിടെ എന്തൊക്കെയുണ്ട്? ഇൻവെൻട്രീസ് 50,000 ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് 50,000 ഉണ്ട്, അഡ്വാൻസ് ടാക്സ് 4,000 ഉണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 30,000 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി സം ടോട്ടലാണ് കറണ്ട് അസറ്റ്സ്, അതായത് 1,34,000. അതായത് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ 1,34,000 ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് ഇവിടെ? ട്രേഡ് പേയബിൾസ്, അതായത് സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള 1 lakh, കൂടാതെ ബാങ്ക് ഓർഡർ 4,000. അപ്പോൾ 1,04,000. അപ്പോൾ നമ്മൾക്ക് കറണ്ട് അസറ്റ് ടോട്ടൽ 1,34,000 കിട്ടി, കറണ്ട് ലയബിലിറ്റി ടോട്ടൽ 1,04,000 കിട്ടി. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 1,34,000 ഡിവൈഡഡ് ബൈ 1,04,000. അപ്പോൾ റേഷ്യോ എത്രയാണ്? 1.29:1. ഐഡിയൽ റേഷ്യോ ആണോ? അല്ല, ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇത് ഐഡിയൽ റേഷ്യോ അല്ല എങ്കിൽ കൂടി എന്താണ് ഇവിടെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ട് അല്ലേ. അതായത് 1 രൂപയുടെ ലയബിലിറ്റി ഇന്ന് ക്രെഡിറ്റർ തിരിച്ചു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ 1 രൂപ 29 പൈസ ഉണ്ട്. അപ്പോൾ ഈ 1 രൂപ ലയബിലിറ്റി മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്ര ഉണ്ടാവും? 29 പൈസ ഉണ്ടാവും. ഐഡിയൽ റേഷ്യോ അല്ല, പക്ഷേ സഫീഷ്യൻറ്റ് ഫണ്ട് ഈസ് ദർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രോബ്ലത്തിലൊക്കെ ചോദിക്കുക കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കില്ല. നിങ്ങളുടെ അടുത്ത് പറയുക കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ പറയാനായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഓക്കെ, ദ ഐഡിയൽ റേഷ്യോ ഈസ് 2:1. ഹവർ ദ ബിസിനസ് ഹാസ് സഫീഷ്യൻറ്റ് കറണ്ട് അസറ്റ്സ് ടു മീറ്റ് ലയബിലിറ്റി ഓഫ് ₹1, അല്ലെങ്കിൽ ഫോർ എവറി ₹1 ഓഫ് കറണ്ട് ലയബിലിറ്റി ദർ ഈസ് 1.29 rupee ഓഫ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ് ഇനഫ് ടു മീറ്റ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുക. അത് നിങ്ങളുടെ അടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിരിക്കും നോർമലി നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരിക. അപ്പോൾ ഇതാണ് കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ പ്രോബ്ലത്തിൽ 1.29:1 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോയിൽ അടുത്തത് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോന് വേറെ പേര് പറയും ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇനി ചില എക്സാം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഓർ ലിക്വിഡിറ്റി റേഷ്യോ. കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മെയിൻ ഹെഡിങ് ലിക്വിഡിറ്റി റേഷ്യോ അല്ല നിങ്ങളുടെ മനസ്സിൽ പോകേണ്ടത്. നിങ്ങളുടെ അടുത്ത എക്സാം ക്വസ്റ്റ്യനിൽ ലിക്വിഡിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മീൻ ചെയ്തോളണം, അതായത് ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്വിക്ക് റേഷ്യോന് പറയുന്ന വേറൊരു പേര് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇത് ഇത്തിരി കൂടി കൺസർവേറ്റീവ് മെത്തേഡാണ്, അതായത് കറണ്ട് റേഷ്യോനേക്കാൾ ഇത്തിരി കൂടി കൺസർവേറ്റീവ് മെത്തേഡാണ്. മാത്രമല്ല ഇത്തിരി കൂടി ലിക്വിഡിറ്റീനെ മെഷർ ചെയ്യാൻ കൂടുതൽ ആപ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ക്വിക്ക് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആയിരുന്നു. അപ്പോൾ കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതായത് ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ബിസിനസിൻ്റെ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് കൂടാതെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ്സ് കിട്ടും. അതായത് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഡിഡക്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ് കിട്ടും. കറണ്ട് ലയബിലിറ്റി കറണ്ട് റേഷ്യോയിൽ മീൻ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ, സെയിം തന്നെയാണ്, സെയിം ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇതാണ് കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ. അത് കറണ്ട് റേഷ്യോനേക്കാൾ ഇത്തിരി കൂടി കൺസർവേറ്റീവ് മെത്തേഡാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് കുറഞ്ഞു അല്ലെങ്കിൽ ബിസിനസ് ഇത്തിരി ഡള്ളായാലും കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ ബിസിനസ്സിന് സാധ്യമാകുമോ എന്നറിയാൻ വേണ്ടിയാണ് ക്വിക്ക് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണ കോവിഡൊക്കെയാണ് അല്ലേ, അപ്പോൾ ബിസിനസ്സൊക്കെ കുറവാണ്, സെയിൽസൊക്കെ കുറവാണ്. ഈ ഒരു സിറ്റുവേഷനിലും ഷോർട്ട് ടൈം ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ ബിസിനസ്സിന് പറ്റുമോ എന്നറിയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്വിക്ക് റേഷ്യോ
യൂസ് ചെയ്യും. ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 ആണ്. ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1. അപ്പോൾ 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 1 രൂപ ക്വിക്ക് അസറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയും. ഇനി ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ എന്തൊക്കെ തന്നേക്കുന്നത്? 50,000 ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾ 50,000, അഡ്വാൻസ് ടാക്സ് 4,000, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 30,000, ട്രേഡ് പേയബിൾ 1 lakh, ഷോർട്ട് ടൈം ബോറോയിങ് അല്ലെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 4,000. അപ്പോൾ കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 50,000 ഇൻവെന്ററി പ്ലസ് ട്രേഡ് റിസീവബിൾ പ്ലസ് അഡ്വാൻസ് ടാക്സ് പ്ലസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. അപ്പോൾ 1,34,000 കറണ്ട് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെന്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ചെയ്യാം അല്ലേ? ഇവിടെ ഇൻവെന്ററീസ് 50,000 ഉണ്ട്, കൂടാതെ അഡ്വാൻസ് ടാക്സ് ആണ് ഇവിടെ പ്രീപെയ്ഡ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 4,000 അത് ലെസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 1,34,000 നിന്ന് 50,000 പ്ലസ് 4,000 54,000 ലെസ് ചെയ്യാം. അപ്പോൾ 1,34,000 മൈനസ് 54,000. അപ്പോൾ എത്രയാണ് ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 80,000 ആണ്. കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ എത്രയുണ്ട്? 1 lakh പ്ലസ് 4,000 1,04,000. അപ്പോൾ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 ഡിവൈഡഡ് ബൈ 1,04,000. അപ്പോൾ എത്ര കിട്ടും? 0.77:1. ഇത് ഐഡിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല. എന്താ? 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഇന്ന് ഒരു ക്രെഡിറ്റർ അല്ലെങ്കിൽ ലെൻഡർ വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ലയബിലിറ്റി തിരിച്ചു കൊടുക്കാനുള്ള ആൾ വന്ന് ചോദിക്കണം, എനിക്ക് ആ 1 രൂപ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് 1 രൂപ തിരിച്ചു കൊടുക്കാനുണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? 77 പൈസയെ തിരിച്ചു കൊടുക്കാനുള്ളൂ. അപ്പോൾ 23 പൈസ ഷോർട്ടാണ്. ബിസിനസ്സിൻ്റെ കയ്യിൽ 1 രൂപ ലയബിലിറ്റി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കാനില്ല, 77 പൈസയേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയൽ റേഷ്യോ. മാത്രമല്ല ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ക്വിക്ക് അസറ്റ് ബിസിനസ്സിൻ്റെ കയ്യിൽ ഇല്ല. ഇതാണ് ഇംപ്ലൈ ചെയ്യുന്നത് ഈ ഒരു റേഷ്യോയിൽ നിന്ന്. ഇനി വേറൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അടുത്ത കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഇംപ്ലൈ ചെയ്തോളണം ഇത് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് ലയബിലിറ്റീസ് 50,000, കറണ്ട് അസറ്റ് 80,000. നിങ്ങൾക്ക് കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ലിക്വിഡിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ് ആണ് വേണ്ടത് അല്ലേ? ഇവിടെ കറണ്ട് അസറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററി പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും നമ്മൾ കുറയ്ക്കണം. ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തൊക്കെയുണ്ട്? അഡ്വാൻസ് ടാക്സും ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് 80,000 മൈനസ് ഇൻവെന്ററി 20,000 മൈനസ് അഡ്വാൻസ് ടാക്സ് 5,000 മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000. അപ്പോൾ ടോട്ടൽ 80,000 നിന്ന് 30,000 എന്ത് കുറയ്ക്കണം? ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറയ്ക്കണം. അപ്പോൾ 80,000 മൈനസ് 30,000, അതായത് 50,000 ആണ് എന്ത്? ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് കമ്പനിയുടെ അല്ലേ? ഇനി കറണ്ട് ലയബിലിറ്റീസ് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വലിയ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എത്രയാണ്? 50,000 കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ 50,000 കറണ്ട് ലയബിലിറ്റി, അതായത് 50,000 ഡിവൈഡഡ് ബൈ 50,000. റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്, അതായത് ഐഡിയൽ റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ 1 രൂപയുടെ ലയബിലിറ്റിക്ക് 1 രൂപയുടെ ക്വിക്ക് അസറ്റ് ഉണ്ട്, ആവശ്യത്തിന് ഫണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഐഡിയൽ പെർഫെക്റ്റ് റേഷ്യോ ആണ്. ഇനി അടുത്ത പ്രോബ്ലം. X Limited has a current ratio of 3.5:1 and a quick ratio of 2:1. അപ്പോൾ എക്സിൻ്റെ കയ്യിൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3.5:1 ആണ്. നിങ്ങൾ എക്സ് ലിമിറ്റഡിൻ്റെ കറണ്ട് റേഷ്യോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടാതെ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്വിക്ക് അസറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇൻവെന്ററീസ് ഈസ് ₹24,000, കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ നിങ്ങൾക്ക് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഞങ്ങൾക്ക് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് തരണ്ട, നിങ്ങൾക്ക് ഞങ്ങളുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിവേഴ്സ് വർക്കിംഗ് നടത്തണം അല്ലേ? റിവേഴ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആൻസറിൽ നിന്ന് നമ്മൾ മുന്നത്തെ പോലെ ക്വസ്റ്റ്യനിലേക്ക് പോകണം, അതായത് പുറകിലേക്ക് പോകണം. ഇവിടെ കറണ്ട് റേഷ്യോ എത്രയാണ് തന്നിരിക്കുന്നത്? 3.5:1, ക്വിക്ക് റേഷ്യോ 2:1. അതായത് ഒരു ലയബിലിറ്റിക്ക് 2 ക്വിക്ക് അസറ്റ്, ഒരു ലയബിലിറ്റിക്ക് 3.5 കറണ്ട് അസറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ലയബിലിറ്റീനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തേക്കുന്നത്? ലയബിലിറ്റീനെ നമ്മൾ
1 ആയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് വരുമ്പോൾ എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ, എക്സ്. അപ്പോൾ ഇവിടെ 1, അതായത് ഇവിടെ ലയബിലിറ്റീനെ നമ്മൾ എന്താ എടുത്തേക്കുന്നത്, എക്സ് ആയിട്ട് എടുത്തേക്കുന്നത് അല്ലേ. ലയബിലിറ്റീനെ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 1നെയാണ് ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോ 3.5, 1ന് നമ്മൾ എന്താ എക്സ്, അതായത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 3.5 ഇൻറ്റു 1, അതായത് എക്സ്, 3.5 ഇൻറ്റു എക്സ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 എക്സ് ആണ്. ഇനി ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1നെ എക്സ് ആയിട്ട് എടുത്തു, ക്യുക്ക് അസറ്റ് 2 ഉണ്ടായിരുന്നു. അപ്പോൾ ക്യുക്ക് അസറ്റിനെ 2 ഇൻറ്റു 1 അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പോൾ 2.2x, 2 ഇൻറ്റു എക്സ്, അപ്പോൾ 2x. അപ്പോൾ കറണ്ട് അസറ്റ് 3.5 എക്സും ക്യുക്ക് അസറ്റ് 2x. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അസറ്റിൻ്റെയും ക്യുക്ക് അസറ്റിൻ്റെയും ഡിഫറൻസ് 24,000 ആണ്. അതെന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇൻവെൻട്രി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെൻട്രി. കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെൻട്രി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ₹24,000. അപ്പോൾ നമ്മൾക്കൊരു ഫോർമുല ഇവിടെ ഉണ്ടാക്കാമല്ലോ, ഇൻവെൻട്രീസ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് അല്ലേ. ഇൻവെൻട്രീസ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണ് 3.5x, ക്യുക്ക് അസറ്റ് എത്രയാണ് 2x. അതായത് നമ്മൾ 1നെ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തു, അതായത് ലയബിലിറ്റി. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ലെറ്റ് കറണ്ട് ലയബിലിറ്റി ബി എക്സ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഇൻറ്റു 3.5 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്. അപ്പോൾ ഇവിടെ ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ്. നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാന്ന് പറയും. ഇൻവെൻട്രി 24,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24,000 ഈസ് ഈക്വൽ ടു 3.5x മൈനസ് 2x, 3.5x മൈനസ് 2x. അപ്പോൾ 3.5x മൈനസ് 2x എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.5x. അതായത് 24,000 ഈസ് ഈക്വൽ ടു 1.5x. അതായത് ഇൻവെൻട്രീസ് ഈസ് ഈക്വൽ ടു 1.5x. അപ്പോൾ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 24,000 ഡിവൈഡഡ് ബൈ 1.5, 24,000 ഡിവൈഡഡ് ബൈ 1.5. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 24,000 ഡിവൈഡഡ് ബൈ 1.5, അതായത് 16,000. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എക്സ് 16,000 ആണെന്ന് കിട്ടി. അതായത് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 16,000. അപ്പോൾ എക്സ് നമ്മൾക്ക് 16,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫോർമുലയിൽ അല്ലെങ്കിൽ ഈ ഇതിൽ നമ്മൾക്ക് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 3.5x. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 3.5 ഇൻറ്റു 16,000. അപ്പോൾ എത്ര കിട്ടും, 56,000. 3.5 ഇൻറ്റു 16,000, 56,000 കിട്ടും. ഇനി നമ്മൾക്ക് ഇത് റേഷ്യോ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാം. എങ്ങനെ വെരിഫൈ ചെയ്യും, കറണ്ട് റേഷ്യോ 3.5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്, 56,000 കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ 16,000 കറണ്ട് ലയബിലിറ്റി, അതായത് 3.5 കിട്ടും. അപ്പോൾ 3.5:1, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കറക്റ്റ് ആണ് അല്ലേ. നമുക്കപ്പോൾ ആൻസർ നമ്മൾക്ക് കിട്ടിയത് കറണ്ട് അസറ്റ് കറക്റ്റ് ആണ്. ഇനി ക്യുക്ക് റേഷ്യോ വെരിഫൈ ചെയ്യണം. ക്യുക്ക് റേഷ്യോ എത്ര കിട്ടിയത്, ഇവിടെ കറണ്ട് അസറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 56,000. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ഇൻവെൻട്രി കുറച്ചാൽ പോരെ. അപ്പോൾ 56,000 മൈനസ് 24,000, 32,000 ആണ് എന്ത് ക്യുക്ക് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി നമ്മൾ ഓൾറെഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്തു 16,000. നമ്മൾക്കപ്പോൾ ഈ 2x ഇത് എന്താ പറയുക, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമ്മൾക്ക് എന്ത് കിട്ടും, 32,000 കിട്ടും അല്ലേ. 2 ഇൻറ്റു 16,000, 32,000. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്ന് ഇത് കുറച്ചാലും നമ്മൾക്ക് കിട്ടും. അപ്പോൾ 32,000 ഈസ് ടു 16,000 ആണ് എന്ത് ക്യുക്ക് റേഷ്യോ, അല്ലെങ്കിൽ 32,000 ഡിവൈഡഡ് ബൈ 16,000, അതായത് 2:1. അപ്പോൾ നമുക്ക് ആൻസർ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റേഷ്യോ കിട്ടി. അതായത് നമ്മളുടെ ആൻസർ ക്യുക്ക് അസറ്റും കറണ്ട് അസറ്റും കറക്റ്റ് ആണെന്ന് ഇംപ്ലൈ ചെയ്യാം അല്ലേ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ടോട്ടൽ അസറ്റ് ഇവിടെ എത്ര തന്നിട്ടുണ്ട്, 3 lakh തന്നിട്ടുണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസ് 80,000 തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് 2 lakh. നോൺ കറണ്ട് അസറ്റ്സ് ഫിക്സ്ഡ്, നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് അല്ലാത്ത, അവിടെ രണ്ടായിട്ട് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് 1,60,000, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 1 lakh. നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്,
കറണ്ട് അസറ്റ്സും വേണം, കറണ്ട് ലയബിലിറ്റീസും വേണം. കറണ്ട് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട് നമ്മൾക്ക് അല്ലേ, എത്രയാ 3 lakh തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു 3 lakh തന്നിട്ടുണ്ട്. കൂടാതെ നോൺ കറണ്ട് അസറ്റും തന്നിട്ടുണ്ട് അല്ലേ. നോൺ കറണ്ട് അസറ്റ് എത്രയാ? 1,60,000 പ്ലസ് 1 lakh. അപ്പോൾ ടോട്ടൽ അസറ്റിൽ നിന്ന് നോൺ കറണ്ട് അസറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും അല്ലേ. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ അസറ്റിൽ നിന്ന് നോൺ കറണ്ട് അസറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ അസറ്റ് ഈസ് 3 lakh. ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് ഈസ് 2,60,000. അപ്പോൾ 3 lakh മൈനസ് 2,60,000 എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി. ഇനി കറണ്ട് ലയബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ബേസിക് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചു അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ. അതായത് ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതായത് ടോട്ടൽ അസറ്റിൻ്റെ ടോട്ടൽ ആയിരിക്കണം എന്ത്? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇവിടെ ടോട്ടൽ അസറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ, 3 lakh. ഇനി ലയബിലിറ്റി സൈഡ് കൂട്ടുമ്പോൾ, അതായത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി കൂട്ടുമ്പോൾ എന്തേ ആവാൻ പാടുള്ളൂ? 3 lakh ആവാൻ പാടുള്ളൂ. എന്നാലേ ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ അല്ലേ, അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവുള്ളൂ. അപ്പോൾ ടോട്ടൽ അസറ്റ് നമുക്ക് 3 lakh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി നമുക്ക് എന്ത് വേണം? 3 lakh ആവണം. ഇവിടെ ലയബിലിറ്റി എന്തൊക്കെ തന്നിട്ടുണ്ട്? നോൺ കറണ്ട് ലയബിലിറ്റി 80,000 തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 2 lakh തന്നിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിരിക്കും 2 lakh. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇനി കറണ്ട് ലയബിലിറ്റീസും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈക്വൽ ടു അസറ്റ് കിട്ടും അല്ലേ. അതായത് ഈ 3 lakh കിട്ടും. അപ്പോൾ ഇവിടെ 3 lakh ഈസ് ഈക്വൽ ടു 2 lakh പ്ലസ് 80,000 പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. 2 lakh പ്ലസ് 80,000 പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. നമുക്ക് ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക? കറണ്ട് ലയബിലിറ്റീസിന് അപ്പുറത്തോട്ട് എടുക്കാം. അപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 lakh മൈനസ് 2,80,000, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ 3 lakh മൈനസ് 2,80,000 എന്ന് പറഞ്ഞാൽ 20,000. അതാണ് എന്ത്? കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അപ്പം നമുക്ക് കറണ്ട് അസറ്റ്സ് 40,000 കിട്ടി, കറണ്ട് ലയബിലിറ്റീസ് 20,000 കിട്ടി. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ 40,000 കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ 20,000 കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 2:1. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിവിടെ 2:1 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് മോസ്റ്റ് ഐഡിയൽ റേഷ്യോ ആണ്. 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റിക്ക് നമുക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്? കറണ്ട് അസറ്റ് ഉണ്ട് 2 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നൊരു 1 രൂപയുടെ ലയബിലിറ്റി തിരിച്ചു മേടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ 2 രൂപ ഉണ്ട് കൊടുക്കാൻ അല്ലേ. 1 രൂപ കൊടുത്തു കഴിഞ്ഞാലും 1 രൂപ ലയബിലിറ്റി പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ബിസിനസിൻ്റെ കയ്യിൽ 1 രൂപയുടെ കറണ്ട് അസറ്റ് ബാക്കിയുണ്ടാവും. അപ്പോൾ ഐഡിയൽ റേഷ്യോ ആണ്, പെർഫെക്റ്റ് റേഷ്യോ ആണ്. അതായത് ഇവിടെ കൃത്യമായിട്ടാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോയിലെ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും. ഇനി നമ്മൾക്ക് ലിക്വിഡിറ്റി റേഷ്യോയിലെ ബാക്കി റേഷ്യോസ് നാളെ പഠിക്കാം. ഈ 2 റേഷ്യോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.